സലാർ കണ്ടപ്പോൾ ഇഷ്ടമായെങ്കിലും ഈ സിനിമയുടെ കോംപ്ലക്സ് സ്ക്രീൻ പ്ലേ ആണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. സോ സലാർ പാർട്ട് 1 സീസ്ഫയറിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഖാൻസാറിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു റോൾ പ്ലേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിബന്ധന. അതുപ്രകാരം മാന്നാർ ട്രൈബ്, ഷൗരാങ്ക ട്രൈബ്, ഗനിയർ ട്രൈബിന് ഈക്വൽ റൈറ്റ്സ് ഉണ്ട് ഖാൻസാറിൽ. ഓരോ ട്രൈബിൻ്റെയും ലീഡറിൻ്റെ കാലശേഷം അടുത്ത ട്രൈബിൻ്റെ ലീഡറിന് ഖാൻസാർ ഭരിക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷേ ശിവമണ്ണാറിൻ്റെ മകനായ രാജമണ്ണാറിന് ആ സംഭവം ഇഷ്ടമായില്ല. സോ എൻ്റയർ ഷൗരാങ്ക ട്രൈബിനെ ഇല്ലാണ്ടാകാൻ രാജമണ്ണാർ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഈ റൂൾ എന്നതിൽ ഗനിയർ ട്രൈബ്സിനും റൈറ്റ്സ് ഉണ്ടെങ്കിലും അവരെ രാജമണ്ണാർ ഒന്നും ചെയ്യാത്തതിലൊരു റീസണുണ്ട്. ഇവർക്ക് ഒരു തരത്തിലും യൂണിറ്റ് ഇല്ല. അടുത്ത ലീഡറിനെ ഒരു റൂളറിനെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഇവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കാരണം ഇവരെന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നു എന്ന് വരും. സോ രാജമണ്ണാറായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഈ കാര്യത്തിൽ ഇവർ മണ്ടന്മാരായതുകൊണ്ട് രാജമണ്ണാറിന് ഇവർ ഭീഷണി പോലും അല്ല. സീസ്ഫയർ ഖാൻസാറിൻ്റെ അകത്ത് നടക്കുന്ന വാർ തടയാൻ വേണ്ടിയുള്ള റൂളാണ്. സീസ്ഫയർ സ്റ്റാർട്ടായാൽ പിന്നെ അവിടെയുള്ള ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ആസ് പെർ ദ നിബന്ധന റൂളറിന് സീസ്ഫയർ പ്രഖ്യാപിക്കാൻ റൈറ്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ തുറകൾ കാപ്പികൾ മുതൽ ലോർഡ്സ് ആൻഡ് റൂളേഴ്സിൻ്റെ വോട്ടിംഗ് അനുസരിച്ചിട്ട് ഇത് പറയാനാവും. ഒരു സാഹചര്യത്തിൽ സീസ്ഫയർ നിർത്തിവെക്കാൻ അഡ്വാൻറ്റേജ് രിത്തൻ പോലുള്ളവർക്ക് ഉണ്ടാവുമ്പോൾ വിഷ്ണുവിനെയും നാരങ്ങിനെയും ദേവ പഞ്ഞിക്കിടുന്നു. സോ 48 വോട്ട് ഇങ്ങോട്ടും 48 വോട്ട് അങ്ങോട്ടും ഉണ്ട് എന്ന് പറയും. അങ്ങനത്തെ ഒരു സമം ആവുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പണിഷ്മെൻറ്റിലുള്ള വരതയുടെ വോട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ രാജമണ്ണാറിന് ഈ ഒരു വാറിൻ്റെ ആവശ്യം ഇല്ല. കാരണം അങ്ങനെ ഒരു വാറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാൻസാർ മൊത്തത്തിൽ കൊളാപ്സ് ആവും എന്ന് രാജമണ്ണാറിന് അറിയാം. പക്ഷെ വരത വന്ന് അയാളുടെ അച്ഛനെ തന്നെ ചതിച്ചു. വരതയുടെ വോട്ട് കാരണം സീസ്ഫയർ നിർത്തിവെക്കേണ്ടി വന്നു. അതിൻ്റെ ഉള്ളിൽ വാർ നടക്കാൻ അത് തന്നെ ഒരു കാരണമായിട്ട് മാറി. ഖാൻസാറിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഒന്നുമില്ലാണ്ടിരിക്കുന്ന ടൈമിലാണ് വരദയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തുകൂടെ എന്ന കോൺസെപ്റ്റായിട്ട് ഭാരവ വരുന്നത്. ആൻഡ് വരദ പവറിലോട്ട് വരുന്നത് രാജമണ്ണാർ ഒഴിച്ച് മറ്റാർക്കും വലിയ താല്പര്യമില്ല. വരദ വരുമ്പോൾ ഒരു ഇന്ത്യൻ വാർ എന്തായാലും തുടങ്ങും. കാരണം രാജമണ്ണാർ ഒഴിച്ച് ബാക്കിയുള്ളവർക്കാരും അയാളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ ആദ്യ പണി തുടങ്ങുന്നത് രംഗയിൽ നിന്നാണ്. കാരണം രംഗയുടെ അച്ഛന് വരദ എറിഞ്ഞു കൊടുത്ത പവറിൻ്റെ പേരിലാണ് രംഗയ്ക്ക് ഇന്ന് ഈ പവറൊക്കെ ഉള്ളത്. അത് രാജമണ്ണാർ വരദയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചു ചോദിക്കും. രാധാരമയ്ക്കും വരദയെ താല്പര്യമില്ലെങ്കിലും അച്ഛന് കൊടുത്ത വാക്കിൻ്റെ ബലത്തിൽ വരദനെ സേഫ് ആക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. സോ സീസ്ഫയർ പ്രഖ്യാപിക്കുന്നു. പക്ഷേ സീസ്ഫയർ ഇല്ലെങ്കിൽ ചാൻസ് ഇട്ടേ വരദ തട്ടാൻ പലർക്കും പ്ലാനുണ്ട്. മനാറും ഗനിയാറും സ്പ്ലിറ്റായി പോകുന്നതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലൊരു വാർ നടക്കുമ്പോൾ ഖാൻസാറിലെ ഒരു യൂണിറ്റി എന്തായാലും നഷ്ടപ്പെടും. ഇതാണ് ഭാരവ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനൊരു തീപ്പൊരി വേണമായിരുന്നു. അതായിരുന്നു വരദ. വരദ ഒരു പക്ഷെ പ്ലാൻ ചെയ്യുന്നതിൽ പവർഫുൾ ആവും. പക്ഷെ അയാൾക്ക് നല്ല പേടിയുണ്ട് എന്നത് മറ്റൊരു സൈഡാണ്. ഓപ്പോസിറ്റ് ഉള്ളവരായിട്ട് പിടിച്ചു നിൽക്കാൻ അയാളുടെ സ്ട്രെങ്ത് വെച്ച് മാത്രം പറ്റില്ല. മറ്റൊരു സത്യം എന്തെന്നാൽ വരദ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും, അയാളുടെ അടുത്ത മൂവ് എങ്ങനെയാവും എന്നത് വ്യക്തമായിട്ട് അറിയുന്നവരാണ് ഖാൻസാറിലുള്ള മിക്കവരും. സോ അവരെ എല്ലാവരും വരദ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. ദേവയെ പ്രധാനമായിട്ട് ഖാൻസാറിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണം ദേവയെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഖാൻസാറിൽ ഉള്ളത്. വരദ പറയുന്ന ഡയലോഗ് പോലെ ഒരു കാൽക്കുലേഷനിലും പെടാത്ത ഒരുത്തനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് തന്നെ ഖാൻസാറിനെ വിറപ്പിക്കാൻ വേണ്ടിയാണ്. ഖാൻസാറിലുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് ചരിത്രം ഉണ്ടായപ്പോൾ ദേവ ഖാൻസാറിൻ്റെ തന്നെ ചരിത്രം മാറ്റാൻ വന്നവനാണ്. ദേവ നിബന്ധന പോലെയുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യില്ല. പക്ഷേ ദേവ റിയാക്ട് ചെയ്താലും വരദ ഒന്നും പറയില്ല. കാരണം വരദയുടെ എക്സിസ്റ്റൻസ് തന്നെ ഡിസൈഡ് ചെയ്യുന്നത് ദേവയുടെ പ്രസൻസ് ആണ്. ദേവ വരദയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അത്രയും വലിയ ബോണ്ടിങ് ആണ് ദേവയ്ക്ക് വരദയോട് ഉള്ളത്. വരദയ്ക്ക് വേണ്ടി ചെറുത്തിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയവനാണ് ദേവ. ആൻഡ് ദേവയുടെ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ ആധിപത്യം വിട്ടുകൊടുത്തവനാണ് വരദ. സോ ബേസിക്കലി ഷൗരാങ്കിനോ മാന്നാറോ ഈ റൈവലറി ഒന്നും അവരുടെ ഇടയിൽ ഇല്ല. വരദയ്ക്ക് മാന്നാറിൻ്റെ ഒരു നെയിം സേക്ക് മാത്രമാണ്. അയാളുടെ കൂടെ നിൽക്കുന്നവരെ അയാൾ സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു സൈഡിൽ ഭാരവ ഷൗരാങ്കിയുടെ പേരിൽ മാന്നാർ ട്രൈബിനിട്ട് പണിയാൻ നിൽക്കുമ്പോൾ സിലബസിൽ ഇല്ലാത്ത ഒരുത്തൻ വന്നിട്ടാണ് വിഷ്ണുവിനെയും നാരങ്ങിനെയും തട്ടിയിട്ട് പോകുന്നത്. അപ്പോഴാണ് ധാരയുടെ മകൻ ഈ ലീഗിലോട്ട് കയറി വരുന്നത് ഭാരവ തിരിച്ചറിയുന്നത്. ഒറ്റക്ക് നിന്ന് മാന്നാർ ട്രൈബ് വന്ന് വെട്ടിക്കൂട്ടുമെന്നറിയുന്നതുകൊണ്ട് വാലി, ചീക്ക, ഗുരുങ്ങൊരു ടീമാവുന്നു. രുദ്രൻ ഓമിൻ്റെ കൂടെ ചേർന്നു. ഇന്റേണൽ ഇഷ്യൂസ് മനസ്സിലാക്കി രാജമണ്ണാറും രാധാരമയും ഒരു സൈഡിൽ, മറുവശത്ത് രംഗയും നാരങ്ങിനെയും വിഷ്ണുവിനെയും പഞ്ഞിക്കിട്ട ദേവൻ വരദ. ഇതിൻ്റെ ഇടയിൽ ഭാരവ വലിയ പ്ലാനിങ് ആയിട്ട് വരുന്നില്ല. കാരണം അയാൾക്ക് വേണ്ടിയിരുന്നത് ഖാൻസാറിൻ്റെ ഒരു സ്പ്ലിറ്റിങ് മാത്രം ആയിരുന്നു. ആൻഡ് ഇതിലുള്ളവരെ വെച്ച് തന്നെ ഒരു ത്രോണിന് വേണ്ടി റൈവൽസാക്കി മാറ്റുന്നത് ഇയാളുടെ പ്ലാനിങ് ആണ്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത് ദേവ കാരണമാണ്.
ശൗരാംഗനായോണ്ട് കൂടെ നിൽക്കും, എന്നാലും ദേവ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് ഭാരവയ്ക്ക് അറിയില്ല. എൻ്റെ ബലമായ സംശയം ദേവ എടുത്ത് രാജമണ്ണാറിനെയും രുദ്രനെയും പഞ്ഞിക്കിട്ടോ എന്നാണ് എൻ്റെ ഒരു പ്രധാന സംശയം. അതിൽ വരത്തേക്കും ഒരു പങ്കുണ്ടാവും. മേ ബി അതുകൊണ്ടാവും രാധാരാം ആദ്യം കുറച്ച് പോർഷൻ സൈലൻ്റ് ആയിട്ട് സിനിമയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ദേവയുടെ പേര് കേൾക്കുമ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക എനർജി വരും. അറ്റ്ലീസ്റ്റ് വരതയെ ദേവ തട്ടും എന്നറിയുന്നത് കൊണ്ടാവും. ലൈക്ക് ദേവയെ കിട്ടേണ്ടത് ഇവരുടെയും കൂടി ആവശ്യമായിരുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷെ ബാക്കിയുള്ളവർ ഇത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും ദേവയും വരതയും തമ്മിൽ എന്താണ് പ്രശ്നം ഉണ്ടായത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദേവ എന്തായാലും വരതയുള്ളപ്പോൾ ആ ത്രോണിന് വേണ്ടിയിട്ട് വരില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. പക്ഷേ ഒരു പക്ക ക്ലീശയാണെങ്കിൽ പോലും വരദയുടെ അനിയനെ ഇനി ഒരു പക്ഷെ ദേവ തട്ടിക്കാണും. അതായിരിക്കും ഇവർ തമ്മിൽ ഈ ഒരു റൈവൽറി വരാൻ കാരണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ബാക്കി കഥ അറിയണമെങ്കിൽ ശൗരാംഗ പർവ്വം വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.